ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഫ്രൂട്ട് നമ്മളങ്ങനെ എപ്പോഴും വാങ്ങാറുള്ളതല്ല. ഇത് നമ്മുടെ ലിച്ചി ഫ്രൂട്ടാണ്. ലിച്ചി ഫ്രൂട്ട്സ് നമ്മളങ്ങനെ പൊതുവെ കാണൽ കുറവാണ് പുറത്ത്. അപ്പം അങ്ങനെ ഇപ്രാവശ്യം കണ്ടപ്പോൾ അത് വാങ്ങി. അപ്പം അങ്ങനെ ഞങ്ങൾ ലിച്ചി ഫ്രൂട്ടൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു. അപ്പം അങ്ങനെ ലിച്ചി ഫ്രൂട്ട് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ സീത ഫ്രൂട്ടാണ് കഴിക്കാൻ പോണത്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവർ ഉള്ള ലോലിപോപ്പ് വാങ്ങി. പിന്നെ ഒരു 4 മണിയായപ്പോൾ ചായക്ക് ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഗോതമ്പ് ദോശ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകാൻ വിചാരിച്ചത് ഒരു സിനിമ കാണാൻ പോവാന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ നമ്മുടെ ഇരിങ്ങാലക്കുട മാസ് തിയേറ്ററിലെത്തി. അപ്പോൾ അവിടെ റോട്ടിലൊക്കെ ആ ഒരു സൈഡ് റോട്ടിലൊക്കെ അരങ്ങൊക്കെ കെട്ടിയേക്കായിരുന്നു പെരുന്നാളിനോടനുബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഞങ്ങൾ മോഹൻലാലിൻ്റെ നേരെന്ന മൂവിയാണ് കാണാൻ വന്നേക്കണത്. അപ്പോൾ അതിനേക്കാളും മുമ്പ് നമുക്ക് പോപ്കോൺ വാങ്ങിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ പൊതുവെ ഇൻ്റർവെല്ലാവുമ്പോഴാണ് വാങ്ങാറുള്ളത്. ഇപ്രാവശ്യം നമ്മളത് നേരത്തെയാക്കി. നമ്മൾ സിനിമ കാണാൻ നേരത്തെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പോപ്കോൺ വാങ്ങി. അപ്പോൾ സിനിമ തുടങ്ങിയിട്ടില്ല. അപ്പോൾ സിനിമ തുടങ്ങുന്നതിനേക്കാളും മുമ്പേ ഞങ്ങളെല്ലാവരും പോപ്കോൺ കഴിച്ച് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒരു 2 പാക്കറ്റ് ചിപ്സ് വാങ്ങിയിട്ടുണ്ടായി. 7 മണിത്തെ ഷോ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ സിനിമ തുടങ്ങി. ഇനി നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞ് നല്ല സിനിമയായിരുന്നു. എനിക്കും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇരിങ്ങാലക്കുട പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും മാല ബൾബും ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റൊക്കെ കാണാം നമുക്ക് റോട്ടിലിറങ്ങുമ്പോൾ. അങ്ങനെ നമ്മുടെ എമിറാത്തി റെസ്റ്റോറൻറ്റ് എത്തി. ഞങ്ങളുടെ മെയിൻ സ്പോട്ടാണ് എമിറാത്തി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രാഗൺ, അൽഫാം, ബട്ടർ നാൻ, പിന്നെ അതുപോലെ കുബൂസ്, പിന്നെ സ്പ്രൈറ്റ് ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തു. നമ്മൾ പാഴ്സലാണ് വാങ്ങിയത്. പാഴ്സലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. 2-3 ചെറിയ കുപ്പി ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴേക്കും നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. അപ്പം അങ്ങനെ പാഴ്സൽ കിട്ടിയത് നമ്മൾ വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ പിന്നെ മിക്കപ്പോഴും ഡ്രാഗൺ ചിക്കനാണ് വാങ്ങാറുള്ളത്. ഇപ്രാവശ്യം ഡ്രാഗൺ അൽഫാമാണ് വാങ്ങിയത്. എമിറാത്തി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഏത് നേരത്തെ ചെന്നാലും നമുക്കൊരു പ്രത്യേക ഒരു വൈബ് തോന്നും. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് എമിറാത്തി റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതോടുകൂടി എൻ്റെ ഈ ഒരു സ്മോൾ ഔട്ടിങ്ങിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.